ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 23 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ യേശു ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടഭക്തിയെക്കുറിച്ച് ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. അവർ നിയമം പഠിപ്പിച്ചെങ്കിലും അതനുസരിച്ച് ജീവിച്ചിരുന്നില്ല. ജനങ്ങളുടെ മേൽ ഭാരമുള്ള ചുമടുകൾ ചുമത്തി തങ്ങൾ അതിനെ സ്പർശിക്കാനും തയ്യാറായിരുന്നില്ല. മനുഷ്യരുടെ കണ്ണിൽ വലിയവരായി തോന്നാൻ അവർ ഇഷ്ടപ്പെട്ടു. ബഹുമാന പേരുകളും മുൻ സീറ്റുകളും പൊതുപ്രശംസയും അവർ അന്വേഷിച്ചു. എന്നാൽ യേശു വ്യക്തമാക്കുന്നത് ഇതിന് വിപരീതമായ ദൈവരാജ്യ മൂല്യമാണ്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകട്ടെ. ഇന്നത്തെ കാലത്ത് ഈ വചനം അതീവ പ്രസക്തമാണ്. വിശ്വാസം പോലും ചിലപ്പോൾ പ്രദർശനമായി മാറുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആത്മീയതയും ദാനധർമ്മങ്ങളും പോലും അംഗീകാരത്തിനായി പ്രചരിപ്പിക്കപ്പെടുന്നു. സ്ഥാനവും അധികാരവും പ്രശസ്തിയും നേടാനുള്ള ആഗ്രഹം പലപ്പോഴും സേവനത്തിന്റെ ആത്മാവിനെ മങ്ങലേൽപ്പിക്കുന്നു. കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും നാം പലപ്പോഴും എനിക്ക് എന്ത് ബഹുമാനം ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ആരെ സേവിക്കുന്നു എന്ന ചോദ്യമല്ല. യേശുവിന്റെ വാക്കുകൾ നമ്മെ ഒരു ആത്മപരിശോധനയിലേക്ക് നയിക്കുന്നു. ഞാൻ പറയുന്നത് പോലെ ജീവിക്കുന്നുണ്ടോ? എന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ സത്യസന്ധമാണോ, അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രശംസയ്ക്കായിട്ടാണോ? ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ മഹത്വം വിനയത്തിലാണ്, സേവനത്തിലാണ്, ഹൃദയത്തിലെ സത്യത്തിലാണ്. തങ്ങളെ ഉയർത്തുന്നവർ താഴ്ത്തപ്പെടും, തങ്ങളെ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും എന്ന ദൈവനിയമം ഇന്നും അപ്രഭേദ്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ മത്സരവും പ്രകടനവുമുള്ള ലോകത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യരായ നമ്മൾ അധികാരം അന്വേഷിക്കുന്നവരല്ല, സേവനം തിരഞ്ഞെടുക്കുന്നവരാകണം. ബഹുമാനം തേടുന്നവരല്ല, വിനയത്തോടെ മറ്റുള്ളവരെ ഉയർത്തുന്നവരാകണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലും തെളിഞ്ഞു നിൽക്കുന്നത്. ഇപ്രകാരം എളിമ അഭ്യസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഈ ലോകത്തിൽ നമുക്ക് നൽകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.